ഇസ്രായേലിന് ആയുധമെത്തിച്ചത് 51 രാജ്യങ്ങൾ, ഇന്ത്യ രണ്ടാമത്. ഇസ്രായേലിലേക്കുള്ള അന്താരാഷ്ട്ര ആയുധ കയറ്റുമതി വർദ്ധിച്ചതായി അൽ ജസീര റിപ്പോർട്ട് ചെയ്തു. ആയുധമെത്തിച്ചതിൽ ഇന്ത്യ രണ്ടാമതാണ്. അന്താരാഷ്ട്ര വംശഹത്യ നിരോധന കരാറിൽ ഒപ്പുവെച്ച യൂറോപ്പ്, ഏഷ്യ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലെ പ്രമുഖ രാജ്യങ്ങൾ പോലും ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കയറ്റി അയച്ചതായി ഇറക്കുമതി രേഖകൾ വ്യക്തമാക്കുന്നു. ഗാസയിൽ വംശഹത്യ തടയണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടിട്ടും ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി വർദ്ധിക്കുകയാണുണ്ടായത്. അമേരിക്ക, ഇന്ത്യ, റൊമാനിയ, തായ്വാൻ, ചെക്ക് റിപ്പബ്ലിക് എന്നീ 5 രാജ്യങ്ങളാണ് കോടതി വിധിക്കുശേഷം ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ എത്തിച്ചത്. വെടിയുണ്ടകൾ, സ്ഫോടക വസ്തുക്കൾ, അത്യാധുനിക ആയുധങ്ങളുടെ ഭാഗങ്ങൾ, സായുധ വാഹനങ്ങളുടെ സ്പെയർ പാർട്ടുകൾ എന്നിവയാണ് പ്രധാനമായും കൈമാറിയത്. ഇതിൽ ഇസ്രായേലിനു ആയുധം നൽകുന്നത് നിർത്തിയെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ചില കേന്ദ്രങ്ങളുമുണ്ട്. യുദ്ധത്തിൽ അമേരിക്ക 42% ആയുധങ്ങൾ നൽകി. ഇന്ത്യ രണ്ടാമത്തെ സ്ഥാനത്താണ്, 26%. ഇസ്രായേലിലേക്കുള്ള അന്താരാഷ്ട്ര ആയുധ കയറ്റുമതി വർദ്ധിച്ചതായി അൽ ജസീര റിപ്പോർട്ട് ചെയ്തു. ആയുധമെത്തിച്ചതിൽ ഇന്ത്യ രണ്ടാമതാണ്. അന്താരാഷ്ട്ര വംശഹത്യ നിരോധന കരാറിൽ ഒപ്പുവെച്ച യൂറോപ്പ്, ഏഷ്യ, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലെ പ്രമുഖ രാജ്യങ്ങൾ പോലും ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കയറ്റി അയച്ചതായി ഇറക്കുമതി രേഖകൾ വ്യക്തമാക്കുന്നു. ഗാസയിൽ വംശഹത്യ തടയണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടിട്ടും ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി വർദ്ധിക്കുകയാണുണ്ടായത്. അമേരിക്ക, ഇന്ത്യ, റൊമാനിയ, തായ്വാൻ, ചെക്ക് റിപ്പബ്ലിക് എന്നീ 5 രാജ്യങ്ങളാണ് കോടതി വിധിക്കുശേഷം ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ എത്തിച്ചത്. വെടിയുണ്ടകൾ, സ്ഫോടക വസ്തുക്കൾ, അത്യാധുനിക ആയുധങ്ങളുടെ ഭാഗങ്ങൾ, സായുധ വാഹനങ്ങളുടെ സ്പെയർ പാർട്ടുകൾ എന്നിവയാണ് പ്രധാനമായും കൈമാറിയത്. ഇതിൽ ഇസ്രായേലിനു ആയുധം നൽകുന്നത് നിർത്തിയെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ചില കേന്ദ്രങ്ങളുമുണ്ട്. യുദ്ധത്തിൽ അമേരിക്ക 42% ആയുധങ്ങൾ നൽകി. ഇന്ത്യ രണ്ടാമത്തെ സ്ഥാനത്താണ്, 26%.